നമസ്കാരം. തേങ്ങയില്ലാത്ത തൊണ്ടാണ് പിണറായി എന്ന് ജി സുധാകരൻ പരിഹസിച്ചിരുന്നു. ഭരണാധികാരിക്ക് വേണ്ടത് ജനങ്ങളോട് പ്രജകളോടുള്ള അനുകമ്പയാണ്. എന്നാൽ പിണറായി വിജയനിൽ നിന്ന് ജനം കണ്ടത് കേട്ടത് പരുഷമായ ഏറ്റവും വൃത്തികെട്ട പദാവലികൾ. ഒരു ചോദ്യമുണ്ട് നേതാവേ എന്ന് പറയാൻ എഴുന്നേറ്റിയൊരു പാവം സഖാവ്. ആ സഖാവിനോടന്ന് ഭരണാധികാരി പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കാൻ. ഇപ്പോഴിതാ വീട്ടിലിരുന്ന് ടെലിവിഷൻ കാണുന്ന പിണറായി വിജയൻ ഒരുപക്ഷെ ആ ടെലിവിഷൻ ഇതിനകം തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ടാവാം. ഇത്ര വലിയ തോൽവി പിണറായിയെപ്പോലൊരു ഏകാധിപത്യ മനോഭാവമുള്ള ഭരണാധികാരിക്ക് സഹിക്കാൻ പറ്റില്ല. കടക്കുപുറത്തെന്നും പരനാറിയെന്നും കേട്ട് ശീലിച്ച മലയാളികൾ അവരോടാണ് പിന്നെയും പിണറായി വിജയൻ ആക്രോശിച്ചത്. വീട്ടിൽ പോയി ചോദിക്ക്. അവിടെയും അദ്ദേഹം നിർത്തിയില്ല. ഡാഷ്മോനെ എന്ന് വിളിച്ചുകൊണ്ടൊരു മുഖ്യമന്ത്രി അദ്ദേഹം നേരിട്ടു. അതേ മുഖ്യമന്ത്രി തിരികെ പിണറായി വിജയനെ വിളിച്ചത് ഡാഷ്മോനെ എന്ന്. കേരളത്തിലെ ജനങ്ങൾ സഹനപൂർവ്വം കാത്തിരുന്നു. അവരുടെ മനസ്സിൽ പലതുമുണ്ട്. ശബരിമലയിലെ അയ്യപ്പ വിശ്വാസികൾ മുതൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ വരെ അവർ രാജാക്കന്മാരാകുന്ന ദിനത്തിനു വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രം. പിണറായി വിജയനോട് അവർ പറയാൻ ആഗ്രഹിച്ച ആ മറുവാക്ക് കടക്ക് പുറത്ത്. രാഷ്ട്രീയ എതിരാളികളെ ചെറ്റത്തരമെന്ന് വിളിച്ച് ആക്രമിച്ച നേതാവ്, രക്ഷാപ്രവർത്തനമെന്ന പേരിൽ പ്രതിഷേധങ്ങളെ നിഷ്ഠൂരം അടിച്ചമർത്തിയ ഏകാധിപതി, കറുത്ത കൊടി കണ്ടാൽ കലിപൊട്ടുന്ന മറ്റൊരു വികൃത ഭാവത്തിനുടമ. പിണറായി വിജയന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വിവാദ പർവ്വങ്ങളുടെ നീണ്ട നിര. എന്നും രാഷ്ട്രീയ എതിരാളികളെ നിഷ്ഠൂരം അദ്ദേഹം ആക്രമിച്ചു. എന്നാൽ കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുമെന്ന് പിണറായി വിജയൻ മനഃപൂർവ്വം മറന്നു. കാരണം കാലം കാത്തിരുന്നത് പിണറായി വിജയന്റെ പൂർണ്ണ പതനത്തിന്. ദർഭടത്തിട്ട് പിണറായി വിജയനെ വിയർപ്പിക്കുമ്പോൾ കേരളം കൈയടിക്കുന്നതും അതുകൊണ്ട് തന്നെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, ആ മന്ത്രിസഭയിലെ 13 മന്ത്രിമാരും വീഴുന്നു. ചില മന്ത്രിമാരെയൊക്കെ എതിരാളികൾ തോൽപ്പിക്കുന്നത് 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ. പോ മോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ വിജയ എന്ന് സമൂഹ മാധ്യമത്തിൽ രാഹുൽ പാങ്കൂട്ടം കുറിക്കുന്നു. കോന്നി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ പിണറായി വിജയനോട് ഡാഷ്മോനെ വീട്ടിൽ പോയിരിക്കെ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ കുറിപ്പുകളിടുന്നു. CMA ഒരു ചോദ്യമെന്നായിരുന്നു അന്ന് സാധു മെല്ലെ പറഞ്ഞത്. അയാളെ ഭയപ്പെടുത്തിയിരുത്തിയ ഒരു ഭരണാധികാരി. കേരളം ആരോ തനിക്കെഴുതിത്തന്ന നാട്ടുരാജ്യമാണ് എന്ന് പിണറായി തെറ്റിദ്ധരിച്ചു. അന്നു മുതൽ തികച്ചും ഏകാധിപത്യ ഭരണമായിരുന്നു കേരളം കണ്ടത്. അഹങ്കാരികളോട് കേരള ജനത പറയുന്നു കടക്ക് പുറത്ത് അഭിവാദ്യങ്ങളെന്നാണ് ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ദർഭടത്ത് വിറയ്ക്കുന്ന കാഴ്ച കേരളം കണ്ട് കൈയടിച്ചു. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ. TP ചന്ദ്രശേഖരന്റെ ചരമവാർഷിക ദിനത്തിൽ UDF നേടിയ വൻ വിജയത്തിന് പിന്നാലെ KK രമയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. കുലംകുത്തി എന്ന് ചാപ്പിയടിച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ചന്ദ്രശേഖരന് കഴിഞ്ഞുവെന്നാണ് പിണറായിയെ പരാമർശിച്ചുകൊണ്ട് KK രമയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. KK രമയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: പിന്നിട്ട 6 റൗണ്ടുകൾ മതി കേരളമേ, ഇത് മതി. കുലംകുത്തി എന്ന് ചാപ്പിയടിച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം TP ചന്ദ്രശേഖരന് കഴിഞ്ഞു. രാഷ്ട്രീയ കേരളത്തിന് അഭിവാദ്യങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങുമ്പോൾ കോൺഗ്രസ് കയ്യിൽ കരുതിയതും അതേ മുദ്രാവാക്യം കടക്കുപുറത്ത് കാലം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ കോൺഗ്രസ് ഒരു ക്യാമ്പയിന് തുടക്കമിട്ടു. അനീതിയുടെ കസേരകൾ ഇളകുമെന്നും ഭരണമാറ്റം ഉറപ്പാണെന്നും കോൺഗ്രസ് പറഞ്ഞു. UDF തരംഗത്തിൽ LDFന്റെ ഉരുക്കുകോട്ടകളൊക്കെ തകർന്നടിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ധർമ്മടത്ത് വിറച്ചു. മന്ത്രിസഭയിലെ പ്രമുഖർ ഇപ്പോൾ നിലംപൊത്തി. CPMനെ വിറപ്പിക്കുന്നത് മറ്റു ചില കാഴ്ചകളാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ പിണറായിയിലെ വീട്ടിൽ നിന്ന് ഇനി പുറത്തിറങ്ങാൻ പോലും സാധ്യതയില്ല. അമ്പലപ്പുഴയിൽ CPMനെ ഞെട്ടിച്ചുകൊണ്ട് ജി സുധാകരൻ നടത്തിയ ഉജ്ജ്വല വിജയം.
പാർട്ടിയുമായി ഇടഞ്ഞു നിന്ന ജി സുധാകരന്റെ വ്യക്തിപ്രഭാവം എത്രത്തോളമുണ്ട് എന്ന് കേരള ജനത അടുത്തറിയുന്നു. കണ്ണൂരിലെ പാർട്ടി കോട്ടകൾ ഒന്നൊന്നായി തകർന്നു വീണു. പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടിയുടെ ചെങ്കൊടികൾ താഴ്ത്തിക്കെട്ടി അവിടെ വിമതർ വിജയിച്ചിരിക്കുന്നു. കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല. 2012 മെയ് 4 RMP നേതാവ് TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്റെ അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. കുലക്കുത്തികളെന്നും കുലംകുത്തികളായിരിക്കും. ഇതോടെ കേരള രാഷ്ട്രീയത്തിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പദാവലിയായി കുലംകുത്തി. ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ പലരും കുലംകുത്തി പ്രയോഗം നടത്തി. 2017 ജൂലൈ 31 മാധ്യമങ്ങളോട് ഇതേ ഏകാധിപതി ആക്രോശിച്ചത് കടക്ക് പുറത്തെന്ന്. പിന്നീട് ചില മാധ്യമങ്ങൾ പിണറായിക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്നു. പിണറായി വിജയൻ പിന്നീട് ഊന്തിൻ്റെ നിറം മാറുന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തൊട്ടു മുൻപ് മാധ്യമങ്ങളോട് കേറിവാട മക്കളെ എന്ന് പറയുന്നു. പക്ഷേ ജനം ഇതൊക്കെ എളുപ്പം തിരിച്ചറിഞ്ഞു. 2007 തിരുവമ്പാടി MLA മത്തായി ചാക്കോയുടെ മരണം, അന്ത്യകൂദാശ വിവാദവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ അന്ന് താമരശ്ശേരി ബിഷപ്പിന് നേർക്ക് നികൃഷ്ടജീവി എന്ന പ്രയോഗം നടത്തി. ഇന്നും കേരളത്തിന്റെ മനസ്സിൽ ഈ പ്രയോഗമുണ്ട്. കെ സുധാകരനുമായുള്ള വാക്പോരിനിടയിലാണ് പ്രത്യേക ആക്ഷനൊക്കെ പിണറായി വിജയൻ ഇറക്കിയത്. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങൾ പറയുന്നു ജനം പ്രത്യേക ആക്ഷനിലൂടെ പിണറായി വിജയനെ പുറത്താക്കി. പിണറായി വിജയൻ തന്നെ പറഞ്ഞ പിപ്പിടി വിദ്യ ജനങ്ങളിങ്ങ് കയ്യിലെടുത്തു. ആ പിപ്പിടി വിദ്യ പിണറായിസത്തെ എറിഞ്ഞുടച്ചു. അതുക്കും മേലെ എന്ന മറ്റൊരു പ്രയോഗവും ഇതേ പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട്. അതെ, കേരളത്തിലെ ജനങ്ങൾ നടത്തിയത് അതുക്കും മേലെയുള്ള പ്രയോഗമാണ്. പിണറായിയുടെ അഹങ്കാരം അവസാനിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്കും ധർമ്മടത്തെ വോട്ടർമാർക്കുമൊക്കെ നന്ദിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ. കേരളം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയുടെ പതനമെന്ന് ചിലർ അടിവരയിട്ട് കുറിക്കുന്നു. പിണറായി വിജയന്റെ പതനം അമേരിക്ക വരെ ആഘോഷിക്കുമെന്ന് ചിലർ പരിഹസിക്കുന്നതിലും കഴമ്പുണ്ട്. ധർമ്മടത്ത് അടിവുകളല്ലാത്ത നല്ല ഉശിരുള്ള ജനങ്ങളുണ്ട് എന്നവർ പിണറായി വിജയനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. സ്വന്തം ബൂത്തിൽ പോലും പിന്നിൽ പോയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഇനിയും കേരളം ഭരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിണറായി വിജയൻ ഒരു പാഠപുസ്തകമാകണമെന്ന് ചിലർ ഓർമ്മപ്പെടുത്തുന്നു. ഈ അഹങ്കാരവും ധാർഷ്ട്യവുമൊക്കെ മനസ്സിൽ പേറുന്നവർ ഭരണകൂടത്തിൻ്റെ അമരത്തേക്ക് വരരുത്. ഒരു കാര്യത്തിൽ മലയാളിയാണ് എന്ന് നെഞ്ചുറപ്പോടെ പറയുന്നതിൽ ഇപ്പോൾ കേരളം അഭിമാനിക്കുന്നു. തെറ്റുകൾ തിരുത്താനുള്ള ആർജവം അവർ കാട്ടിയതിലൂടെ. സ്വാമിയെ ശരണമയ്യപ്പ, കൂടുതലൊന്നും പറയാനില്ല എന്ന് വിശ്വാസികൾ പറയുന്നു. ഒരു പതിറ്റാണ്ട് കാലം അധികാരം ഉള്ളം കയ്യിൽ വെച്ച് ആസ്വദിച്ച ഒരു നേതൃത്വമാണിപ്പോൾ വീണുടയുന്നത്. പിണറായി വിജയനും കുറെ മരവാഴകളും ചേർന്ന മന്ത്രിസഭ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറി. ഊരാളുങ്ങൾ ഉൾപ്പെടെയുള്ള കോക്കസുകൾ അവിടെ വിലസി. CPMന്റെ ഈ തോൽവി അവർ ബോംബുകളിലൂടെ തിരികെ കേരളത്തെ നോവിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രസേനയെ ഇവിടെ അടിയന്തരമായി വിന്യസിക്കണം. എത്രയും പെട്ടെന്ന് പുതിയ ഭരണകൂടം അധികാരമേറ്റെടുക്കുമ്പോൾ പോലീസിനെ തങ്ങളുടെ വരുതിയിൽ നിർത്തണം. ഉദുമ പോലെയുള്ള മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷമാണ് ഇപ്പോൾ UDF നേടിയെടുത്തിരിക്കുന്നത്. കേരളം തൂക്കിയെടുത്ത് പിണറായി വിജയനെ ചുഴറ്റിയെറിയുകയാണ് ഇപ്പോൾ UDF. 100 സീറ്റിനും മുകളിൽ തങ്ങൾ നേടുമെന്ന സതീശന്റെ ആത്മവിശ്വാസം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. CPMന്റെ ഉരുക്കുകോട്ടയായ പയ്യന്നൂരിൽ ചരിത്രത്തിലാദ്യമായി ഒരു ഇടതുപക്ഷ വിമതൻ ചുവപ്പ് കൊടിയെ നിലംപരിശാക്കി. CPM മുൻ ഏരിയ സെക്രട്ടറിയും പാർട്ടിയിലെ സത്യസന്ധനുമായ B കുഞ്ഞികൃഷ്ണൻ നടത്തിയ ഐതിഹാസിക പോരാട്ടം ഇപ്പോൾ വിജയം കാണുന്നു. രക്തസാക്ഷി ഫണ്ട് മുക്കിയവർക്ക് പാർട്ടി സഖാക്കൾ തന്നെ ഇപ്പോൾ ബാലറ്റിലൂടെ നൽകിയ മറുപടി. ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കായി CPM സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും നേരിട്ട് പ്രചരണത്തിനിറങ്ങിയിട്ടും രക്ഷയില്ല. കുഞ്ഞികൃഷ്ണൻ തന്നെ പയ്യന്നൂർ പിടിച്ചെടുത്തു. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലെ വെറുമൊരു വിമതനായിരുന്നില്ല, മറിച്ച് ഒരു പ്രസ്ഥാനമായിരുന്നു. CPMനെ അടർത്തി മാറ്റിയ ഒരു വലിയ ഘടകത്തിന് നയിച്ച നേതാവ്. ഒരു ചുവപ്പുകോട്ടയിൽ ഇത്രയും വലിയൊരു വിജയം ആരും മുൻകൂട്ടി പ്രവചിച്ചിരുന്നില്ല. CPM കേന്ദ്രങ്ങളെ പിടിച്ചുലയ്ക്കുകയാണ് ഇപ്പോൾ UDF നേടിയിരിക്കുന്ന വിജയം. പാർട്ടി കോട്ടകളിലൊക്കെ പടർന്നു കയറിയ ആ സുനാമി അവരെ വിഴുങ്ങി. രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ കാഴ്ചവെച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ കുഞ്ഞികൃഷ്ണന്റെ അനുയായികൾ ഇപ്പോൾ പകരം വീട്ടി കുഞ്ഞികൃഷ്ണൻ എന്ന ബാനറുകൾ ഉയർത്തി. കുഞ്ഞികൃഷ്ണൻ മാത്രമല്ല, അമ്പലപ്പുഴയിൽ മത്സരിച്ച ജി സുധാകരനും തളിപ്പറമ്പിലെ TK ഗോവിന്ദനുമൊക്കെ പാർട്ടിയെ കടപുഴക്കിയെറിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയെ തൂക്കിയെറിഞ്ഞുകൊണ്ടാണ്
ടി.കെ. ഗോവിന്ദൻ തളിപ്പറമ്പിൽ തന്റെ തേരോട്ടം നടത്തിയത്. സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് പിന്നാലെ ലോകമെമ്പാടും ലെനിന്റെ പ്രതിമകൾ ഒന്നൊന്നായി നിലംപൊത്തി, അഥവാ സഖാക്കൾ പലതും തൽച്ചുടച്ചു. അതിന് സമാനമായ കാഴ്ചകളാണിപ്പോൾ കേരളത്തിൽ. പിണറായി വിജയന് വേണ്ടി ഉയർത്തിയ ഫ്ലെക്സ് ബോർഡുകൾ പാർട്ടി സഖാക്കൾ തന്നെ ഇപ്പോൾ വലിച്ചു കീറുന്നു. പാർട്ടി കെട്ടിപ്പടുത്ത ജനകീയ നേതാക്കളെ മരണാനന്തരവും അപമാനിച്ചു പിണറായി വിജയൻ എന്ന് പലരും ഓർമ്മപ്പെടുത്തുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. CPMന്റെ അടിത്തറ ഇളകിയതിന് മുഖ്യ കാരണം പാർട്ടിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടതാണ് എന്നീ ജനവിധി വ്യക്തമാക്കുന്നു. ജനകീയതയുടെ പര്യായമായിരുന്ന VS അച്യുതാനന്ദന്റെ ഒരൊറ്റ ഫോട്ടോ പോലും ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് CPM ഉപയോഗിച്ചില്ല. കോടിയേരി ബാലകൃഷ്ണൻ എന്ന ഏറെ ജനകീയനായ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം AKG സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കാതിരുന്നതും അണികൾക്കിടയിൽ കടുത്ത രോഷമുയർത്തി. ഈ നേതാക്കൾ പകർന്നു നൽകിയ ഊർജവും സ്നേഹവും ഇല്ലാതാക്കുന്ന കടുത്ത നടപടികളാണ് പിണറായി പിന്തുടർന്നത്. VS അച്യുതാനന്ദന്റെ ഓർമ്മയെപ്പോലും പിണറായി വിജയൻ ഭയപ്പെട്ടു. മരണശേഷം നേതാക്കളെ അവഗണിച്ചു. തന്റെ നിഴലിനെ പോലും പിണറായി വിജയൻ ഭയപ്പെടുന്ന തലത്തിലായിരുന്നു അധികാരം കയ്യിൽ വെച്ച് ആസ്വദിച്ചത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം പിണറായി സർക്കാരിന് അന്ത്യം കുറിച്ച ഈ ജനവിധി വെറുമൊരു ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് CPMനുള്ളിൽ ഉയർന്നു വന്ന വലിയൊരു വിപ്ലവമാണ്. ഏകാധിപത്യത്തിനും ചതിക്കും ധാർഷ്ട്യത്തിനുമെതിരെ പാർട്ടി സഖാക്കൾ അണിനിരക്കുന്ന കാഴ്ച. ആലപ്പുഴയുടെ മണ്ണിൽ G. സുധാകരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാർട്ടി സഖാക്കൾ നൽകുന്ന മറുപടിയും അതുതന്നെ. ഭരണകൂടത്തിന്റെ അഹങ്കാരത്തിനും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനും ജനങ്ങൾ ബാലറ്റിലൂടെ കനത്ത പ്രഹരം നൽകി. തുടർച്ചയായ മൂന്നാം ഊഴം എന്ന അതിമോഹം പിണറായി വിജയനെ വല്ലാതെ ബാധിച്ചിരുന്നു. ഭരണ തുടർച്ച നൽകിയ അമിത ആത്മവിശ്വാസം ഒന്നു മാത്രമാണ് ജനങ്ങൾ വെറും വിഡ്ഢികളാണ് എന്നീ ഭരണകൂടം ധരിച്ചു വശായത്. ഒരിക്കൽ തന്റെ കരുത്തരായി തനിക്ക് പിന്നിൽ നിന്നിരുന്ന P. ജയരാജൻ, EP. ജയരാജൻ, MP. ജയരാജൻ തുടങ്ങിയ നേതാക്കളെ പിണറായി വിജയൻ എന്ന ഏകാധിപതി പടിക്ക് പുറത്തു നിർത്തി. യഥാർത്ഥ കമ്മ്യൂണിസം കുഴിച്ചുകൂടി പിണറായിസത്തെ ഇവിടെ നട്ടുവളർത്തി. ജനമനസ്സുകളിൽ ഇടം നേടിയ KK ശൈലജയെ പിണറായി വിജയൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് KK ശൈലജയെ ഒരു നേതാവെന്ന നിലയിൽ ഇല്ലാതാക്കാനുള്ള തുടർ ശ്രമങ്ങൾ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും പ്രവൃത്തിയിലും നിഴലിച്ച ധാർഷ്ട്യം അത് പരാജയത്തിന്റെ പ്രധാന കാരണമായി മാറി. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു MP. ഗോവിന്ദൻ. പിണറായി വിജയന്റെ വെറും ഒരു കുറിപ്പടിക്കാരൻ എന്ന നിലയിൽ മാത്രം ഗോവിന്ദൻ അതുംപതിച്ചു. ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിടുന്ന ഒരു അന്ത്യത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണിപ്പോൾ. ന്യൂനപക്ഷ വോട്ടുകളുടെ അസാധാരണമായ ഏകീകരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി എന്ന് വ്യക്തം. അതാണ് മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം തകർന്നടിയാനുള്ള മുഖ്യ കാരണവും. കെട്ടടങ്ങി ജനങ്ങൾ മറന്നു എന്ന് കരുതിയ ശബരിമല വിഷയം ജനഹൃദയങ്ങളിൽ ഒരു തീക്കാറ്റുയർത്തി. ആഡംബരത്തിനും ദൂർത്തിനും കുറവില്ലാത്ത ഒരു സർക്കാർ പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ചു. ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് കേരള ജനത ഒന്നടങ്കം തിരിച്ചടിച്ചിരിക്കുന്നത്. അത് പിണറായി വിജയന്റെ മുഖത്തു തന്നെ ആ ജനത നൽകുന്ന കാഴ്ച. അതാണ് ധർമ്മടത്തെ ഏറ്റവും സുന്ദരമായ ആ കാഴ്ചയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.